രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ഓഫീസിലേക്ക് ബിജെപിയുടെ മാർച്ച്. നൈപുണ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട എംഎൽഎയുടെ പ്രതിഷേധത്തിനെതിരെയാണ് ബിജെപിയുടെ മാർച്ച്. മാർച്ചിൽ സംഘർഷം. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, മാർച്ചിൽ ജലപീരങ്കി പ്രയോഗം ഉൾപ്പെടെ കാണുന്നുണ്ട്. എന്താണ് ഈ സംഘർഷത്തിലേക്ക് നയിച്ചത്? മാർച്ചിൽ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്താണ്? അല്പസമയം മുമ്പാണ് ഈ മാർച്ച് ഇവിടെ ആരംഭിച്ചത്. ഹെഡ്ഗേവാർ വിവാദം, അതായത് പാലക്കാട്ടെ മുനിസിപ്പാലിറ്റി രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ ഓഫീസിലേക്കുള്ള ബിജെപി മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷം ഉണ്ടായത്. ബാരിക്കേഡുകൾ മറിച്ച് പ്രതിഷേധക്കാർ കടക്കുമ്പോൾ ജലപീരങ്കി പ്രയോഗം ഉൾപ്പെടെ ഉണ്ടായി. പോലീസുകാർ തടയുന്നു പ്രതിഷേധക്കാരെ. പരസ്പരം ഉന്തും തള്ളും ഉൾപ്പെടെ ചെറിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. നൈപുണ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട എംഎൽഎയുടെ പ്രതിഷേധത്തിനെതിരെയാണ് ബിജെപിയുടെ ഈ മാർച്ച്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകുന്നത്. അശ്വിൻ, പറയൂ. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് RSS നേതാവ് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് നൽകാൻ ഉള്ള തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അന്നാം ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് മാർച്ചൊക്കെ നടത്തിയതുമാണ് കോൺഗ്രസ്. ഇതിൽ ജനങ്ങളെ വഞ്ചിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള, അതായത് ഈ പദ്ധതി അട്ടിമറിക്കാനാണ് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ശ്രമം എന്നുള്ളതാണ് BJPയുടെ ആരോപണം. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് BJPയുടെ ജില്ലാ കമ്മിറ്റി ഒരു മാർച്ച് നടത്തിയത്. ആ മാർച്ചാണ് അല്പസമയം മുമ്പ് അക്രമത്തിൽ കലാശിച്ചത്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തെ പോലീസ് തടയുകയായിരുന്നു. തടഞ്ഞതിനെതിരെ പോലീസുമായി നേരിയ ഉന്തും തള്ളും ഉണ്ടായി. 2 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അങ്ങനെ പ്രവർത്തകരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടം MLA അടക്കമുള്ളവർക്കെതിരെ ഉണ്ടാവുകയും രൂക്ഷമായ മുദ്രാവാക്യം അടക്കം വിളിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ മാർച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ബാരിക്കേഡ് അതിന് മുകളിൽ കയറി താഴേക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഓഫീസിന്റെ ഭാഗത്തേക്ക് ചാടാനുള്ള ശ്രമം ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെ ചെറുക്കുന്നതിനിടെ പോലീസുകാർക്ക് നേരെ ഇവർ കൊണ്ടുവന്ന കൊടി കെട്ടിയ കമ്പുകളടക്കം വലിച്ചെറിയുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസ് 2ാം തവണയും ഈ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. അതിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. പോലീസുമായി വലിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടായി. BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മുഴുവൻ ആളുകളെയും ഇപ്പോൾ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുകയും പ്രതിഷേധം അതിശക്തമായി മുന്നോട്ട് പോകും. പാലക്കാട് MLA മാപ്പ് പറയുന്നത് വരെ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വളരെ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ആളുകളെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുക എന്നുള്ളതാണ് പോലീസിന്റെ രീതി. വനിതകളും മുതിർന്ന ആളുകളും ഉൾപ്പെടെയുള്ള ധാരാളം പ്രവർത്തകരുണ്ടായിരുന്നു. യാതൊരു തരത്തിലുള്ള പ്രിക്കോഷൻസ് ഇല്ല. ഒരു സൈറൻ മുഴക്കം മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ജലപീരങ്കി ഉണ്ടായിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വളരെ സമാധാനപരമായി ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായി പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കോൺഗ്രസിന്റെ ഭിന്നശേഷി വിഭാഗക്കാരോടുള്ള ചൊറിച്ചലാണ് ഇവിടെ പ്രകടമായിരിക്കുന്നത്. MLAക്ക് ഒരു ലോഡ് ബർണോളാണ് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ പ്രതിഷേധം അവർ സംഘടിപ്പിച്ച സമയത്ത് പാലക്കാട് നഗരസഭ ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്ന സമയത്ത് ആ വാർഡിനെ പ്രതിനിധാനം ചെയ്തിരുന്ന കോൺഗ്രസിന്റെ മുൻ നഗരസഭാംഗം മോഹൻ ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ സ്ഥലം പാർക്കിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളായിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. എന്തായാലും ഈ മാർച്ച് അത് ഒരു മുന്നൊരുക്കവും ഇല്ലാതെ ഇവരുടെ ഭാഗത്തു നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളൊരു ആരോപണമാണ് BJPയുടെ ജില്ലാ അധ്യക്ഷൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ മാർച്ച് ഉദ്ഘാടനം MD രമേശ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മുന്നറിയിപ്പോ സൈറണോ ഒന്നുമില്ലാതെ പ്രവർത്തകർക്കിടയിലേക്ക് ജലപീരങ്കി പ്രയോഗിച്ചു. അതാണ് ഒരു അക്രമത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് BJPയുടെ ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രതിഷേധം തുടരും. ഇതുകൊണ്ടൊന്നും തീരില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും നേരത്തെ രാഹുൽ മാങ്കൂട്ടം ഈ മാർച്ച് തുടങ്ങുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഒരു തരത്തിലും ഭിന്നശേഷിക്കാരെ അപമാനിക്കുകയോ അത്തരത്തിലുള്ള നടപടികൾ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ഈ വിവാദം ഇതേപടി തുടരുകയാണ്. അതിനിടയ്ക്കാണ് പ്രതിഷേധവും മറ്റ് മാർച്ചുമൊക്കെ ഇങ്ങനെ തുടരുന്നത്. സ്മിത. അശ്വിൻ, ഈ പ്രതിഷേധത്തിന്റെ ഒരു കാരണം ഭിന്നശേഷിക്കാർക്കായി നഗരസഭാ പരിധിയിൽ നിർമ്മിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഡോക്ടർ KB ഹെഡ്ഗേവാർ സ്മാരക ബൗദ്ധിക കേന്ദ്രം എന്ന് പേരിട്ടതാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ എതിർത്തതോടെ അത് ഭിന്നശേഷിക്കാരെ അപമാനിക്കുന്നു എന്നുള്ള രീതിയിൽ ആരോപണം ഉന്നയിക്കുന്നു BJP. തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾ അത് ഇന്ന് വലിയൊരു മാർച്ചിലേക്ക് കടക്കുന്നു. ആ മാർച്ചിൽ വലിയ രീതിയിലുള്ള സംഘർഷം. പോലീസ്
പോലീസ് യാതൊരു പ്രകോപനവും ഇല്ലാതെ നടന്ന മാർച്ചിലേക്ക് പോലീസ് ബലം പ്രയോഗിക്കുകയായിരുന്നു. അതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ BJP ആ പ്രതിഷേധക്കാരിൽ ഒരാൾ പറഞ്ഞത്. നേതാക്കൾ ഉൾപ്പെടെ അവിടെയുണ്ട്. BJPയുടെ MLAയുടെ ഓഫീസിന് മുന്നിലേക്ക് നടന്ന മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷമുണ്ടായത്. വലിയ തോതിലുള്ളൊരു സംഘർഷത്തിലേക്ക് അത് പോകാതിരിക്കട്ടെ. ജലപീരങ്കി പ്രയോഗം ഉൾപ്പെടെ പോലീസ് അവിടെ പ്രയോഗിച്ചു. പക്ഷേ പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് MLAയുടെ ഓഫീസിന് മുന്നിലേക്ക് അവർ മാർച്ച് തുടരുകയാണ്.